വിമാനത്താവളത്തിൽ പോകുമ്പോൾ കാണുന്ന സൗകര്യങ്ങളൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എങ്കിൽ കേട്ടോളൂ, ആ ആഗ്രഹം നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അടിമുടി മാറുകയാണ്. ഇനി ട്രെയിൻ യാത്രകളും വിമാനയാത്ര പോലെ എളുപ്പമാകും. തുടക്കത്തിൽ പ്രയാഗ്രാജ്, കാൺപൂർ, ഗ്വാളിയോർ പോലുള്ള വലിയ സ്റ്റേഷനുകളാണ് ഇങ്ങനെ മാറ്റാൻ പോകുന്നത്. സ്റ്റേഷനുകളിലെ തിരക്ക് കുറച്ച് യാത്ര എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതാക്കുക, അതാണ് റെയിൽവേയുടെ ലക്ഷ്യം. ഇതിലെ ഏറ്റവും വലിയ മാറ്റം നമ്മുടെ ബാഗ് കൊണ്ടുപോകുന്ന കാര്യത്തിലാണ്. ഇനി എയർപോർട്ടിലെ പോലെ ട്രെയിനിൽ കയറും മുൻപ് നമ്മുടെ ബാഗുകൾ തൂക്കി നോക്കും, സ്കാൻ ചെയ്യും. ഓരോ തരം ടിക്കറ്റിനും കൊണ്ടുപോകാവുന്ന ബാഗിന്റെ ഭാരത്തിന് ഒരു കണക്കുണ്ട്. AC ഫസ്റ്റ് ക്ലാസ് 70 കിലോ വരെ, AC 2 ടയർ 50 കിലോ വരെ, AC 3 ടയർ സ്ലീപ്പർ 40 കിലോ വരെ, ജനറൽ കോച്ച് 35 കിലോ വരെ. പറഞ്ഞതിലും കൂടുതൽ ഭാരമുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം കാശ് കൊടുക്കേണ്ടി വരും. ഇതുകൊണ്ട് പ്ലാറ്റ്ഫോമിലെ തിരക്ക് കുറയും, ട്രെയിനിനുള്ളിൽ ബാഗ് വയ്ക്കാനുള്ള സ്ഥലവും സുഖമായി കിട്ടും. ഈ മാറ്റങ്ങളുടെ ഒരു മോഡലായി മാറുന്നത് പ്രയാഗ്രാജ് സ്റ്റേഷനാണ്. ഏകദേശം 960 കോടി രൂപ മുടക്കിയാണ് ഈ സ്റ്റേഷൻ പുതുക്കി പണിയുന്നത്. യാത്രക്കാർക്ക് ഇരിക്കാൻ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങൾ, വേഗതയേറിയ വൈഫൈ, എളുപ്പത്തിൽ ടിക്കറ്റ് എടുക്കാൻ മെഷീനുകൾ, അങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾ വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2026 ഡിസംബർ മുതൽ കയ്യിൽ ടിക്കറ്റ് ഉള്ള യാത്രക്കാർക്ക് മാത്രമേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റൂ. അതായത് നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് ഒരു ഗേറ്റ് പാസ് പോലെയാകും. യാത്ര പറയാൻ വരുന്നവർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് വരാം. യാത്രക്കാർക്ക് നല്ല ഭക്ഷണം കഴിക്കാനും ഷോപ്പിംഗ് നടത്താനും വേണ്ടി വലിയ ബ്രാൻഡുകളുടെ കടകളും സ്റ്റേഷനുള്ളിൽ വരും. ഇതോടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാകും. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ 1309 സ്റ്റേഷനുകൾ ഇങ്ങനെ പുതുക്കി പണിഞ്ഞ് പുതിയ സൗകര്യങ്ങൾ ഒരുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ട്രെയിൻ യാത്രകൾക്ക് കൂടുതൽ ചിട്ടയുണ്ടാകും, നല്ല സൗകര്യങ്ങൾ കിട്ടും, കാര്യങ്ങൾക്കെല്ലാം ഒരു എളുപ്പമുണ്ടാകും. വിമാനയാത്ര പോലെ തോന്നുമെങ്കിലും ടിക്കറ്റ് നിരക്ക് പഴയതുപോലെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കും. ലക്ഷക്കണക്കിന് ആളുകളുടെ യാത്ര സുഖകരമാക്കുന്ന ഒരു വലിയ മാറ്റമാണിത്. ഇന്ത്യൻ റെയിൽവേയുടെ ഈ പുതിയ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.